എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു ചരിത്രപരമായ ദൗത്യത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഇവിടുന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ 100ാം വാർഷിക മഹാസമ്മേളനം, അതിൻ്റെ ആരംഭങ്ങൾ തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നലെ സമസ്തയുടെ പതാക വാണിയിലേക്ക് ഉയർത്തുന്നതോടുകൂടി നമ്മളെ സമ്മേളനത്തിന് ഔദ്യോഗികമായി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആമുഖ ഭാഷണത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മളേവരും കാത്തിരുന്ന ഒരു മഹത്തായ ഒരു സംഗമം, നാടും നഗരവും നമ്മുടെ പ്രതിനിധികളും വിദേശത്തെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഒരു വർഷമായി ഇതിൻ്റെ പിന്നിൽ വളരെ സന്തോഷത്തോടു കൂടി മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് ഗമിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ദാഴികളായി നിങ്ങൾ 10,000-ഓളം വരുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതേത് സമയത്തും നിങ്ങളെ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാകണമെന്നും ഒരു ഷർത്ത് പറഞ്ഞപ്പോഴും സമസ്ത വിളിച്ചാൽ എവിടെയും ദായി പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിൽ എത്തിച്ചേർന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നമുക്കറിയാം, നിങ്ങളെ ദൗത്യത്തെക്കുറിച്ച് ഹ്രസ്വമാണെങ്കിലും ആമുഖ ഭാഷണത്തിൽ വളരെ അർത്ഥവത്തായ രീതിയിൽ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ ഹബീബ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടിരുന്ന ദീനീ പ്രവർത്തനം, ആ പ്രവർത്തന മേഖല ഏറെ സുഖകരമല്ലായിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം. എന്നിട്ട് പോലും ആ പ്രബോധന മേഖലയിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ അള്ളാഹു തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദീനിനെ കാമിലായി സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ നായകൻ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്ന് യാത്രയായത് നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ വെളിച്ചം ഈ കേരളത്തിൻ്റെ മണ്ണിൽ കടന്നു വരികയും കേരളീയ സമൂഹത്തിലെ ജനങ്ങൾ അതിൻ്റെ ആ മൂല്യതയെ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് ആ വിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ പ്രസരണം ഇവിടെ വ്യാപിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്കറിയാം. ആ താവഴിയിലൂടെയാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം ഇവിടെ പിറവിയെടുത്തത്. ഉമ്മത്തിൻ്റെ ഈമാനിന് കാവൽ നിൽക്കപ്പെടുന്ന ഈ പ്രസ്ഥാനം സകല ബിദ്അത്തുകളെയും അത് സത്യവിശ്വാസിയുടെ രീതിയല്ലെന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാ എന്ന പരിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ ഏറ്റവും വലിയ കാതലായ വിഷയം ഇതാണെന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്
ഉമ്മത്തിന് മാർഗദർശനം നൽകിയ ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സമസ്തകൾ ജമിയത്തുൽ ഉലമ. നമുക്കറിയാം, ഇത് നമ്മുടെ സാത്വികരായ പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് തുടക്കം കുറിച്ച പരിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ ദീപശകയെ അത് ഒരിക്കൽ പോലും അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് സമസ്ത ഇന്ന് എൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്യം എല്ലാ മനുഷ്യരിലേക്കും ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതാണ്. സ്വന്തം ജീവിതത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രബോധകനായ ഒരാളോട് സമീപിക്കപ്പെടുമ്പോൾ അവൻ്റെ ജീവിത വിശുദ്ധി കണ്ട്, അവൻ്റെ നല്ല സാമീപ്യം കണ്ട്, അവൻ്റെ നല്ല സംസാരങ്ങൾ കണ്ട്, അവൻ്റെ പുഞ്ചിരി പോലും ഒരു പ്രബോധകൻ്റെ രീതിയിലുള്ള പ്രവർത്തനമാകുമ്പോൾ ആ മനസ്സിലേക്ക് വിശ്വാസികളെ അല്ലെങ്കിൽ മറ്റു ആളുകളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമുക്കറിയാം, പല രീതിയിലുള്ള പ്രബോധന മേഖലകൾ ഇന്ന് പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സമസ്തയുടെ പ്രബോധന രീതി എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഒരു വിശ്വാസിയോട് മാത്രമല്ല സകല മനുഷ്യരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മനോഹരമായ രീതിയാണ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചത്. നമുക്കറിയാം, അതാണ് നമ്മുടെ ഈ ദായികളിലൂടെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ പല സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും പല പ്രവർത്തനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നതിൻ്റെ പല ഉദാഹരണങ്ങളും നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. നമുക്കറിയാം, ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട 15ഓളം പദ്ധതികൾ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അംഗീകരിക്കപ്പെട്ട ഒരുപാട് പദ്ധതികൾ. അതിലൊന്ന് ദായി സമർപ്പണമാണ്. അതിനുവേണ്ടി സമസ്ത ഒരു വലിയ സംവിധാനം തന്നെ മാറ്റിവെച്ചുകൊണ്ട് ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ, അതിൻ്റെ പ്രബോധനമായ വിജയത്തെ സമർപ്പിക്കാൻ കഴിയപ്പെടുന്ന ഒരു മേഖലയാണ് സമസ്ത ഇവിടെ തുറക്കം കുറിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, നമ്മുടെ കേരളത്തിൻ്റെ മറ്റു ഇത സംസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കപ്പെടുന്ന ഇടങ്ങളിൽ പുതിയ തലമുറയെ വിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ ആ അന്തസത്തയെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയപ്പെടുന്ന പ്രബോധക സംഘത്തെയാണ് ഇവിടെ വാർത്തെടുക്കുന്നത്. ഇന്ന് പുതിയ ടെക്നോളജികളിലൂടെ പുതിയ സമൂഹം ഏതൊരു കാര്യങ്ങളെയും അവൻ സ്വയം റിസർച്ച് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് അവൻ റിസർച്ച് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ AI സംവിധാനത്തോടുകൂടി അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയങ്ങളിലേക്കുള്ള സംസാരത്തെ ഇന്ന് നിശ്ചലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രബോധകൻ നൽകപ്പെടുന്നത് ഹൃദയത്തിലേക്ക്, മറ്റുള്ള ആളുകളുടെ ഹൃദയത്തിലേക്കുള്ള സംസാരങ്ങളിലൂടെ അവൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏറ്റവും പരിശുദ്ധമായ ആ വചനങ്ങളെ ഹൃദയം സ്വീകരിക്കപ്പെടുന്ന കാഴ്ചയാണ്
പ്രബോധനിക മേഖലകളിലൂടെ നമുക്ക് തിരിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളേറെ ഭാഗ്യവാന്മാരാണ്. ഒരുപാട് ആളുകൾ ഇതിന് കൊതിച്ചിട്ടും ഒരു ലിമിറ്റഡ് മെമ്പേഴ്സിന് മാത്രമാണ് ഇവിടെ ഈ ഒരു പ്രബോധകരായി തിരഞ്ഞെടുക്കപ്പെട്ട് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ദൗത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്തകൾ ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ മരണം വരെ അടിയുറച്ച് ജീവിക്കാൻ ഖാലിഖായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം കൊണ്ട് ഈ മഹിതമായ സംഘം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ്